ഇന്നലകൾ ഇന്ന് ബ്രോട്ട് യു ഇൻ അസോസിയേഷൻ വിത്ത് SK ഹോസ്പിറ്റൽ. 1947 ആഗസ്റ്റ് 14 ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യം ലഭിക്കുന്ന അർദ്ധരാത്രി ഈ നാടിനെ രണ്ടായി വെട്ടിമുറിച്ചുകൊണ്ടുള്ള ദുരന്തപൂർണമായ രക്തപങ്കിലമായ ഒരു കാളരാത്രിയായിരുന്നു. വിഭജനത്തിൻ്റെ ആ ദുഃഖ സ്മൃതികൾ പേറിയാണ് ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനം പിറവികൊള്ളുന്നത്. ഡിവൈഡ് മീ ഫസ്റ്റ് ദെൻ ഡിവൈഡ് ദ കൺട്രി. എന്നെ വിഭജിക്കൂ ആദ്യം, അതിനുശേഷം നിങ്ങൾ രാഷ്ട്രത്തെ വിഭജിക്കൂ എന്ന് പറഞ്ഞ മഹാത്മാഗാന്ധിക്ക് ഈ രാഷ്ട്രത്തിൻ്റെ വിഭജനത്തെ പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ല. അതിന് ഈ നാട് കൊടുക്കേണ്ടി വന്ന വില 2.5 ലക്ഷത്തിനും 5 ലക്ഷത്തിനും ഇടയിൽ നിരപരാധികൾ ഈ വിഭജനത്തിൻ്റെ ഭീകര കരാള ദിനങ്ങളിൽ റാവൽപിണ്ടിയിലും കറാച്ചിയിലും സിന്ധിലും ലാഹോറിലുമൊക്കെയായി കൊല്ലപ്പെട്ടു എന്നതാണ്. കോടിക്കണക്കിന് ജനങ്ങൾ അവരുടെ ജീവൻ കയ്യിലെടുത്തുകൊണ്ട് പലായനം ചെയ്യേണ്ടി വന്നു. ഭാരതത്തിനും 47 ആഗസ്റ്റ് 14 അർദ്ധരാത്രിയിൽ പിറവികൊണ്ട പാകിസ്ഥാനും പിന്നീട് കിഴക്കൻ ബംഗ്ലാദേശ് എന്ന രാജ്യമായി മാറുമ്പോഴുമെല്ലാം എല്ലാ രാഷ്ട്രങ്ങൾക്കും ഇത് വേദനാജനകമായിരുന്നു. വർഗീയ ഭീകരവാദം ഒരു രാജ്യത്തിൻ്റെ ജനകോടികൾക്ക് നേരെ ഉണ്ടാക്കിയ ആക്രമണം, പരിക്ക്, അത് ലോകത്തിന് മുഴുവൻ പാഠമാകേണ്ടതാണ്. നിർഭാഗ്യവശാൽ സ്വതന്ത്ര ഭാരതത്തിലെ പല രാഷ്ട്രീയക്കാരും ഈ വിഭജന പ്രവണതകളെ പ്രോത്സാഹിപ്പിക്കുന്ന അവസ്ഥയിലാണ്. അതുകൊണ്ട് ഭാരതത്തെ വീണ്ടും വിഭജിക്കുവാൻ വേണ്ടി പരിശ്രമിക്കുന്നവർ എല്ലാ തരത്തിലുള്ള വിഭജനവാദവും ഭീകരവാദം തന്നെയാണ്. ഈ ഭീകരവാദം രാഷ്ട്രത്തിലെ നിരപരാധികളായ ജനങ്ങൾക്ക് ദുഃഖവും ദുരിതവും സാമ്പത്തിക നഷ്ടവും ഒക്കെയാണ് ഉണ്ടാക്കുന്നത്. സ്വാതന്ത്ര്യ ദിനം നാം വിഭജനത്തിൻ്റെ ദുഃഖദിനങ്ങളും കൂടിയായി അനുസ്മരിക്കേണ്ടി വരുന്നു എന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം എന്നുള്ള നിലയ്ക്ക് ഈ ഭാരതത്തിന് ഒരിക്കലും ഉണങ്ങാത്ത ഒരു ഓർമ്മ, ഒരു മുറിവ് ഓർമ്മയാണ് എന്ന് പറയേണ്ടി വരുന്നു. ഈ ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യ സുദിനത്തിൽ അഖണ്ഡ ഭാരതത്തിന് വേണ്ടി ഭീകരവിരുദ്ധമായ ചിന്തകൾ പ്രചരിപ്പിക്കാൻ വേണ്ടിയുള്ള ആ ഒരു സുദിനമായി മാറട്ടെ നമ്മുടെ സ്വാതന്ത്ര്യദിനം എന്ന് പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. ഇന്നലകൾ ഇന്ന് ബ്രോട്ട് യു ഇൻ അസോസിയേഷൻ വിത്ത് SK ഹോസ്പിറ്റൽ.